നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റിയൽ അക്കൗണ്ട്? ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് റിയൽ അക്കൗണ്ട്. സോ റിയൽ അക്കൗണ്ട് റിലേറ്റ്സ് ടു ഓൾ ദ അസറ്റ്സ് ഓർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, ഏതൊക്കെയാണ് ഈ അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാഷ് അക്കൗണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെയാണ് അസറ്റുകൾ. അപ്പൊ ഇതിനൊക്കെ ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് അല്ലെ. മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ്, ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് ആണ്, ബിൽഡിംഗ് ഫിക്സഡ് അസറ്റ് ആണ്, ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇനി അതിനെ ചെറുതാക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എന്താണ്? നോർമലി ഇതൊക്കെ എന്താണ്? അസറ്റുകളാണ്. ഫിക്സഡ് അസറ്റ് ആണോ കറണ്ട് അസറ്റ് ആണോ എന്നുള്ള അസറ്റ് ആണെങ്കിൽ നമുക്ക് അതിന് റിയൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്താം. ഓക്കെ, അതാണ് ഒന്നാമത് വരുന്നത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് കേട്ട ഉടനെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അസറ്റ്. രണ്ടാമത് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്സ്. പേഴ്സണൽ, വ്യക്തിഗതമായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു പേഴ്സൺസ് വിത്ത് ഹോം ദ ബിസിനസ് ഡീൽ. ബിസിനസ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, വ്യക്തികളോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളോ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇനി ഇത് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട്. ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. നാച്ചുറൽ പേഴ്സൺസ് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ്, സാധാരണ ആൾക്കാരാണ് ഈ പറയുന്ന നാച്ചുറൽ പേഴ്സൺസ്. ഉദാഹരണം മിഥുൻസ് അക്കൗണ്ട്, ജോസഫ് അക്കൗണ്ട്, തുഫാൽ അക്കൗണ്ട്. ഇങ്ങനെ ആൾക്കാരുടെ പേര് വെച്ച് വരുവാണെങ്കിൽ അതൊക്കെ എന്താണ്? ക്രെഡിറ്ററോ ഡെപ്റ്ററോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നാച്ചുറൽ പേഴ്സൺസ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ. അതായത് കമ്പനികൾ ഉണ്ടാവുമല്ലോ, ഫേമുകൾ ഉണ്ടാവുമല്ലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് അക്കൗണ്ട്, ഇവയൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനി നേച്ചർ, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി അല്ലെങ്കിൽ മെസേഴ്സ് റാം കമ്പനി, ഇങ്ങനെയൊക്കെ എന്താണ്? കമ്പനീന്റെ പേരുകളൊക്കെയാണ് അവിടെ തരുന്നതെങ്കിൽ അത് നമുക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺസിൽ ഉൾപ്പെടുത്താം. ഇനി പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് ഉണ്ട്. ഒരാളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയോ ഇൻഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട്. ഒരു വ്യക്തികളെയോ എന്താണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് പറയാം. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡുകളൊക്കെയാണ് ഇതിൽ ഉദാഹരണം. ഔട്ട്സ്റ്റാൻഡിങ്, അതായത് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല. അതിപ്പോഴും അതിന് ആരെയാണ് റെപ്രസെന്റ് ചെയ്തത്? ആ വ്യക്തികളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അല്ലെ. ഇപ്പൊ ഒരു ബിസിനസ് സാലറി കൊടുക്കാനുണ്ട്, എംപ്ലോയിക്ക് സാലറി കൊടുക്കാനുണ്ട്. ആ സാലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നത് അത് ആർക്കാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആ വ്യക്തിക്കാണ്. ആ എംപ്ലോയി ആരാണോ ആ വ്യക്തിക്കാണ് നമ്മളത് കൊടുക്കേണ്ടിയിരിക്കുന്നത്. സോ അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഒക്കെ എന്താണ്? ഈ പറയുന്ന പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ഒക്കെ ആണ്, ഒരു വ്യക്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വരും? പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ വരും, പ്രീപെയ്ഡ് ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ടിൽ വരിക. ഇതൊന്നും ആലോചിച്ച് നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ്ങുകളും പ്രീപെയ്ഡുകളൊക്കെ എവിടെ വരും? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ വരും അല്ലെങ്കിൽ പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് അക്കൗണ്ടിൽ വരും. ഇനി 3ആമത് വരുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഇൻകം, റവന്യൂ, ഗെയിൻ, എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ ചെലവുകളും വരവുകളും ലാഭനഷ്ടങ്ങളെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിക്ടീഷ്യസ് അക്കൗണ്ട് എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്, ഫിക്ടീഷ്യസ് അക്കൗണ്ട്. ഇതിന് ഉദാഹരണമാണ് റെന്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. അതായത് എല്ലാ ചെലവുകളും, റെന്റ്, സാലറി, വേജസ് ഒക്കെ എക്സ്പെൻസ് അല്ലേ. സോ എക്സ്പെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതും ഇൻകമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതും എന്തെങ്കിലും പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നോമിനൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ റിയൽ അക്കൗണ്ട് അസറ്റ് ആണ്, പേഴ്സണൽ അക്കൗണ്ട് വ്യക്തിഗതമാണ്, നോമിനൽ അക്കൗണ്ട് ഇൻകവും എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് മറന്നു പോകരുത്. മീനിങ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലേക്ക് പോവാണ്. എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും? ദ വേർഡ് ഡെബിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡെബിറ്റം. ലാറ്റിൻ വേർഡ് ഡെബിറ്റത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഡെബിറ്റ്. അതിന്റെ മീനിങ് ഡ്യൂ ഫോർ ദാറ്റ്. ഓക്കെ, ഇങ്ങോട്ട്, അതായത് ഡ്യൂ ഫോർ ദാറ്റ്, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതായത് ഒരു റിസീവിങ് ആസ്പെക്ട് ആണ്, ഒരു ട്രാൻസാക്ഷന്റെ റിസീവിങ് ആസ്പെക്ട് ആണ് ഡെബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിസീവിങ് ആസ്പെക്ട് ആണ് ഡെബിറ്റ്. ഓക്കെ, ഇനി ക്രെഡിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ക്രെഡിറ്റും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്.
അതിന്റെ ഏതാണ്? ക്രെഡർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ്. ഇറ്റ് മീൻസ് ഡ്യൂ ടു ദാറ്റ്. അതായത് നമ്മൾ കൊടുക്കാനുണ്ട്. ഗിവിംഗ് ആസ്പെക്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗിവിംഗ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ റിസീവിംഗ് ആസ്പെക്ട് ഡെബിറ്റ്, ഗിവിംഗ് ആസ്പെക്ട് ക്രെഡിറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അബ്രിവേഷൻ DR ആൻഡ് CR ആണ് ഉപയോഗിക്കുന്നത്. ഇനി ബേസിക് റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ റൂളുകൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ റൂൾസ് പഠിച്ചു വെക്കണം. ഇത് 2 അപ്രോച്ച് ആയിട്ടാണ് പറയാം. ഒന്ന് ഇംഗ്ലീഷ് അപ്രോച്ച് ഉണ്ട്, മറ്റൊന്ന് അമേരിക്കൻ അപ്രോച്ച് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് അപ്രോച്ചിന് നമ്മൾ ബ്രിട്ടീഷ് അപ്രോച്ച് എന്നും അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്നൊക്കെ വിളിക്കുന്നു. പഴയ അപ്രോച്ചാണ് കേട്ടോ, ട്രഡീഷണൽ അപ്രോച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രഡീഷണൽ അപ്രോച്ച്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഈ ഇംഗ്ലീഷ് അപ്രോച്ച് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച അക്കൗണ്ടുകളില്ലേ, ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, അപ്പൊ അതിന്റെ നിയമവശങ്ങളാണ് പറയുന്നത്. അതിന്റെ റൂൾസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അമേരിക്കൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മോഡേൺ അപ്രോച്ചാണ്. മോഡേൺ അപ്രോച്ച് പുതിയ റൂളുകളാണ് പറയുന്നത്. ഓക്കെ, പുതിയ റൂളുകളാണ്. കൂടുതലായിട്ടും സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു അപ്രോച്ചും അമേരിക്കൻ അപ്രോച്ചാണ്, അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജേർണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ജേർണൽ എൻട്രി ഒക്കെ എഴുതണമെങ്കിൽ ഈ റൂൾസ് പഠിച്ചു വെക്കണം എന്ന് നിർബന്ധമാണ്. സോ ഇംഗ്ലീഷ് അപ്രോച്ച് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട റൂളുകളാണ് ഇവിടെ പറയുന്നത്. റിയൽ അക്കൗണ്ട് എന്താണ്? അസറ്റുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ആണ് പറഞ്ഞല്ലോ. സോ അവിടെ റൂൾ വരുന്നത് ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. എന്താണോ ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. എന്താണോ ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നത് അസറ്റായിട്ട്, ബിസിനസ്സിന്റെ ഉള്ളിലേക്ക് അസറ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിന്റെ പുറത്തേക്ക് അസറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഓരോന്നും നമുക്ക് പഠിക്കാം. ജേർണൽ എൻട്രി വരുമ്പോൾ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇനി പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗതമായിട്ടുള്ള, അതായത് ഹു റിസീവ്സ് ബെനിഫിറ്റ് ഈസ് ഡെബിറ്റഡ്, ഹു ഗീവ്സ് ബെനിഫിറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഓക്കെ, അതിന്റെ റൂൾ വരുന്നത് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അതായത് റിസീവറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഗിവറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും ഇൻകവും ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ആണല്ലോ. സോ അവിടെ പറയാണ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എല്ലാ എക്സ്പെൻസുകളെയും എല്ലാ ലോസസിനെയും ഡെബിറ്റ് ചെയ്യുക, എല്ലാ ഇൻകത്തിനെയും എല്ലാ ഗെയിൻസിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. സോ നഷ്ടങ്ങളോ അതുപോലെ ചെലവുകളോ ഉണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, വരവുകളോ ലാഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്തേക്കാം. ഇതാണ് ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ഇനി അമേരിക്കൻ അപ്രോച്ചിൽ പറയുന്നത് കേട്ടോ, അമേരിക്കൻ അപ്രോച്ചിൽ നമുക്ക് 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അസറ്റ് എന്നും, ലയബിലിറ്റി എന്നും, ക്യാപിറ്റൽ എന്നും, എക്സ്പെൻസ് എന്നും, അതുപോലെ തന്നെ ഇൻകം എന്നും. ഓക്കെ, 3 കാറ്റഗറൈസേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത് അസറ്റിന്റെ കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അസറ്റിന്റെ കേസ് എന്താ? അസറ്റ് കൂടുമ്പോൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. വെൻ അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്. അസറ്റ് കുറയുമ്പോൾ വെൻ അസറ്റ് ഡിക്രീസ് ക്രെഡിറ്റ്. അസറ്റ് കുറയുവാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തേക്കാം. അടുത്തത് ലയബിലിറ്റീസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ലയബിലിറ്റി കൂടുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അടുത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലും ലയബിലിറ്റിന്റെ അതേ റൂൾ തന്നെയാണ് വരുന്നത്. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ കുറയുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തത് എക്സ്പെൻസസ് അല്ലെങ്കിൽ നഷ്ടത്തിന്റെ കേസ് വരുവാണെങ്കിലും സെയിം തന്നെയാണ്. എക്സ്പെൻസ് കൂടുവാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കുറയുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഈ എക്സ്പെൻസസിനും അസറ്റിനും ഒരേ രീതിയാണ് പോകുന്നത്. രണ്ടും കൂടുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസും അസറ്റും കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസും അസറ്റും കുറയുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ്. ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ഇൻകം കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ഇൻകത്തിനും ലയബിലിറ്റിക്കും ഒരേ റൂളാണ് വരുന്നത്. അതായത് രണ്ടും കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ഇൻകവും ലയബിലിറ്റിയും കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, രണ്ടും കുറയുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. സോ ഇതാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് കുറെ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്, അതൊക്കെ ജേർണലൈസ് ചെയ്യാനാണ് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഒക്കെ ഇംഗ്ലീഷ് അപ്രോച്ച് അനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച് ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ഇത് നമുക്ക് ഏത് മെത്തേഡിലും ചെയ്യാവുന്നതാണ്. ഏത് മെത്തേഡും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷ് അപ്രോച്ച് അനുസരിച്ച് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ഇത് പഠിച്ചേ തീരൂ. 2 അപ്രോച്ചും പഠിച്ചു വെക്കുക.